ഇതിവിടെ ഞങ്ങൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഇവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റുകളുണ്ട്. മിക്ക സെൻറ്ററുകളിലും മിക്ക സ്ഥലങ്ങളിലും നടക്കുന്നതാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് പോയതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിന് കാര്യമായിട്ട് ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഡെക്കോ സാധനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വൈൻ കുടിക്കുക, ഗ്ലൂ വൈൻ കുടിക്കുക, ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ആൾക്കാർ കൂടുതലും ഇത് കാണാൻ പോകുന്നത്. പിന്നെ ഇതുപോലെ ഉള്ള കുറേ ഐറ്റംസ് കടകളുണ്ടാവും. ചെറിയ ചെറിയ സ്റ്റാളുകളാണ്, ടെമ്പററി ആയിട്ടുള്ള സ്റ്റാളുകളാണ്. ഇതിപ്പോൾ അവിടെ ഒരു മറോണി എന്ന് പറഞ്ഞൊരു കായാണ്. ഈ കായ ഇങ്ങനെ ചൂടാക്കിയിട്ട് ചുട്ട് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2-3 ട്രൈ ചെയ്തു. ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കപ്പ ചുട്ട് കഴിഞ്ഞിട്ട് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ വിലയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 10 എണ്ണത്തിന് 5 യൂറോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ ഒരു കപ്പക്കിഴങ്ങ് പുഴുങ്ങിയൊരു കപ്പങ്ങ ചുട്ട് കഴിക്കുന്ന ഒരു രുചിയായിരുന്നു കിട്ടിയത്. പിന്നെ ഇതുപോലെ തന്നെ മരത്തിൻ്റെ കുറേ ഐറ്റംസുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട് ഇവിടെ. എല്ലാത്തിനും നല്ല വിലയൊക്കെ ആയിരിക്കും, അത്യാവശ്യം നല്ല വില ഉണ്ടാവും ഇതിന്. സാധനങ്ങളൊക്കെ ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതലും, ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ഒരു ഘോഷയാത്ര പോലെ, ഇതിനിവിടെ ഉംസുഖ് എന്നാണ് പറയണത്. അതായത് ക്രിസ്തുവിൻ്റെ വരവറിയിച്ചിട്ടുണ്ട് അവരുടെ ഒരു റാലി. ഇതിൽ പലതരം ടാബ്ലോകളും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് സ്റ്റൈലുകൾ കേട്ടോ. Dafür liegen im Übrigen in einem mehr als 2000 Jahre alten keltischen Brauch. Da kommen unsere Weihnachtsfeen und die Bären vom Bärenwichtelhaus. Auch die Weihnachtsfeen und die Bären haben den Zauberwald verlassen, um euch mit ihren treuen, braunen Knopfaugen an. Das Bett ist cool. Nee, letztes Jahr war auch. War das auch schon? Ja, ja. Der Junge. Ja, die Elfen und gleichzeitig quirligen und zarten Wesen der Fantasiewelt. Elfen sind schon etwas ganz Besonderes, denn sie erfüllen die Ja, die Sternschnuppen erstrahlen wunderschön in der dunklen Jahreszeit und verleihen etwas Magisches in ihrer anmutigen
begleiten auf dem Weihnachtsmarkt immerzu wieder unser Christkind. Ihren Kamelen die heiligen drei Könige Melchior, Kaspar und Balthasar. അങ്ങനെ അവസാനം ഒട്ടകം വന്ന് അതിനുശേഷം ഈ ഒരു ഗ്രൂപ്പും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ആൾക്കാരെല്ലാം കൂടി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു ടൗൺ മൊത്തം കറങ്ങുകയാണ്. എല്ലാ സ്റ്റാളുകളും സന്ദർശിച്ച് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് ഗ്ലൂ വൈനും മേടിച്ച് ഫുഡും മേടിച്ച് കഴിച്ച് അങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളും അതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് എല്ലാ കടകളിലും കയറി പല സാധനങ്ങളൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ അങ്ങ് പോയി പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഗ്ലൂ വൈൻ കുടിച്ചേക്കാം. ഗ്ലൂ വൈൻ എന്നുള്ള വൈൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചൂട് വൈനാണ്, കുറച്ച് ചൂടായിട്ട് കിട്ടുന്ന ഒരു വൈന്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ചൂടോടുകൂടി ചായ കുടിക്കുന്ന ആ ഒരു ചൂടോടുകൂടിയാണ് തരുന്നത്. അപ്പോൾ അത് പലതരത്തിലുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2-4 കടകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പലതരം സ്റ്റാളുകളുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ കയറി അത് കുടിക്കാൻ തീരുമാനിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വശത്തേക്ക് പോകുന്ന വഴിക്കുള്ള കടകളും കാഴ്ചകളുമാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഞങ്ങളവിടെ ഗ്ലൂ വൈൻ കുടിക്കുന്നപ്പോഴേക്കും അവിടെ നല്ല തിരക്കാണ്. ആൾക്കാർ ഒരുപാട് പേര് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മാത്രമാണ് കൂടുതലും ഈ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കാണുന്നത്. ബാക്കി എല്ലായിടത്തും ആൾക്കാർ പോയിട്ട് സാധനങ്ങൾ മേടിച്ചങ്ങ് പോകുന്നു. പക്ഷേ ഇവിടെ മാത്രം കുറച്ച് ക്യൂ ആയിരിക്കും. അപ്പോൾ ഈ കാണുന്നൊക്കെ അവിടുത്തെ ക്യൂ ആണ്. അപ്പോൾ ഇതാണ് ആ ഗ്ലൂ വൈൻ്റെ ഷോപ്പ്. അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാർ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കിത് മേടിക്കാൻ. ഇതിൻ്റെ ഇപ്പുറത്ത് ബ്രെഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കടകളാണ്. അങ്ങനെ ഞങ്ങളവിടെ ക്യൂ നിന്നു. അവസാനം അതിൻ്റെ അടുത്തെത്തി. അപ്പോൾ പുള്ളിക്കാരി അവിടെ നിന്ന് ഗ്ലൂ വൈൻ ഒഴിച്ച് തരികയാണ്. അപ്പോൾ ഇത് പലതരത്തിലുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനമുണ്ട്, അതിന് കിൻഡർ പിഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നത്. ഈ സംഭവം വെച്ചാൽ തീ ഇങ്ങനെ കത്തിച്ച് തരും. അതിനകത്ത് തീ എന്തോ ഒരു കട്ടയുണ്ട്, അതിനകത്ത് ആ സാധനം ഇട്ടിട്ട് തീ കത്തിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അതിനെന്തോ വേറെന്തോ ഒരു പേരുണ്ടായിരുന്നു, ആ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ സംഭവം കത്തിച്ചിട്ടാണ് നമുക്ക് ഗ്ലൂ വൈൻ കുടിക്കാൻ തരുന്നത്. ഇതുകൂടാതെ തന്നെ വേറെ 1-2 ടൈപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ നേരം ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത്, ഈ ഗ്ലൂ വൈനൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും ഓരോ ഗ്ലാസ് ഗ്ലൂ വൈനൊക്കെ കുടിച്ചു. അങ്ങനെ അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം എടുത്തു. നല്ല തണുപ്പാണ് ഈ സമയത്ത്. കയ്യൊക്കെ ശരിക്കും നരച്ചു പോയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഗ്ലൂ വൈൻ കുടിക്കുന്നത് നല്ല രസമുള്ള കാര്യം തന്നെയാണ്. കുറേ പേര് ഇവിടെ അങ്ങനെ തീ കായാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ തീയൊക്കെ നല്ല 1-2 സ്ഥലത്ത്, 2 അതിലേറെ സ്ഥലത്ത് ഇങ്ങനെ തീ ഇടയ്ക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് അത്യാവശ്യം ചൂട് വേണ്ടവർക്ക് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബ്രെഡ് കഴിക്കുന്നിടത്തെത്തി. ബ്രെഡ് എന്ന് വെച്ചാൽ വലിയ ഈ ഊറിസ്റ്റാണ്. ഈ ഊറിസ്റ്റ് വലിയ ബ്രെഡിൻ്റെ അകത്ത് വെച്ച് തരും. ഒരു ബ്രെഡ് കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറെന്നറിയാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബ്രെഡ് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഒരേപോലെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ആ ഒരു വേഷത്തിലാണ് തോന്നുന്നത്. ഇവരൊക്കെ അല്ല റെഡ് കളറിലൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്ത്. അപ്പോൾ ഇനി ഇതേപോലുള്ള അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.